ഹേയ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ലൈഫിൽ പരീക്ഷണങ്ങൾ നേരിടാത്ത അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടില്ലാത്ത മനുഷ്യരില്ല. എല്ലാവർക്കും അവരുടേതായ സ്വന്തം വേദനകളും കണ്ണീരുകളും സങ്കടങ്ങളുമുണ്ട്. ഒരുപക്ഷെ അതുതന്നെയായിരിക്കും ജീവിതവും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നടക്കുന്ന ഒരാളുടെ യാത്ര അത് എളുപ്പമായിരിക്കില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒരിക്കലും ശിക്ഷകളല്ല, അത് പ്രിയപ്പെട്ടവർക്കുള്ള അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണെന്ന്. പ്രതിസന്ധികൾ എന്നത് അള്ളാഹുവിൽ നിന്നുള്ള അടയാളമായിരിക്കും. ഖുർആനിലൂടെ അള്ളാഹു നമ്മോട് ചോദിക്കുന്നുണ്ട്, മനുഷ്യർ കരുതുന്നുവോ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ അവരെ പരീക്ഷിക്കാതെ വിടുമെന്ന് എന്ന്. അള്ളാഹു പരീക്ഷിക്കുന്നു വിശ്വസിക്കുന്നവരെ തന്നെ, അവരുടെ ഹൃദയത്തിലെ ഈമാൻ എത്ര ആഴത്തിലാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി. തീർച്ചയായും നമുക്ക് തന്ന പ്രതിസന്ധികളുടെ പിന്നിൽ ഒരു നന്മ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. നമ്മൾ പലപ്പോഴും അള്ളാഹുവോട് ചോദിക്കും, എന്തിനാണ് അള്ളാഹുവെ എനിക്ക് മാത്രം ഇങ്ങനെ പരീക്ഷണങ്ങൾ നൽകുന്നത് എന്ന്. പക്ഷെ നിങ്ങൾ മറക്കരുത്, ചിലപ്പോൾ നമുക്ക് ദോഷമായി തോന്നുന്നത് അതിൽ വലിയൊരു നന്മ അള്ളാഹു ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. ഖുർആനിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നുണ്ട്, കുറേ കാര്യങ്ങൾ നിങ്ങൾ വെറുക്കുന്നു, പക്ഷെ അതിൽ അള്ളാഹു നിങ്ങൾക്ക് നന്മ വെച്ചിട്ടുണ്ട് എന്ന്. ഒരു രോഗം, ഒരു നഷ്ടം, ഒരു തകർച്ച, ഇവയിലൂടെ അള്ളാഹു നമുക്ക് അവൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാനുള്ള അവസരം നൽകുന്നു. ബുദ്ധിമുട്ടുകൾ നമ്മെ അള്ളാഹുവിലേക്ക് വീണ്ടും തിരിച്ചെത്തിക്കാനുള്ള പുണ്യമായ അവസരങ്ങളാണ്. പ്രവാചകരുടെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രതിസന്ധികളുടെ പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് പ്രവാചകർ. പക്ഷെ അവർക്ക് ലഭിച്ചത് ഏറ്റവും വലിയ പരീക്ഷണങ്ങളാണ്. നബി യൂസുഫ് അലൈഹിസ്ലാമിനെ സഹോദരന്മാർ കിണറ്റിലിട്ടു, അടിമയാക്കി വിറ്റു, ജയിലിലടച്ചു. എന്നാൽ ആ പ്രതിസന്ധികളിലൂടെ അള്ളാഹു നബിയെ രാജാവാക്കുകയാണ് ചെയ്തത്. അതുപോലെ നബി അയ്യൂബ് അലൈഹിസ്സലാമിന് ആരോഗ്യവും സമ്പത്തും കുടുംബവും എല്ലാം നഷ്ടമായി. എന്നാൽ നബി അപ്പോൾ പറഞ്ഞത്, എൻ്റെ റബ്ബ് എനിക്ക് ദോഷം തട്ടിയിരിക്കുന്നു, നീ അത്യന്തം ദയാമനനാണ് എന്നാണ്. ഈയൊരു ദുആ പറഞ്ഞതിന് ശേഷം അള്ളാഹു അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ പൂർണ്ണമായും സുഖപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഈയൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രവാചകന്മാർ ക്ഷമിച്ചത് കാരണം അവരെ അള്ളാഹു മഹത്തായവരാക്കി എന്നാണ്. അതുപോലെ തന്നെ നമ്മളും അള്ളാഹുവിനേറെ പ്രിയപ്പെട്ടവനാണ്. അള്ളാഹു ഒരു വിശ്വാസിയെ പരീക്ഷിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അവൻ നിന്നെ മറന്നിട്ടില്ല, അള്ളാഹു നിന്നെ വളർത്തുകയാണ്, നിന്നെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുകയാണ്. തീർച്ചയായും ഒരു ആത്മാവ് വളരാൻ വേണ്ടി ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടക്കേണ്ടതുണ്ട്. അതുപോലെ പ്രതിസന്ധികളും വിഷമങ്ങളും വരുമ്പോൾ ക്ഷമിക്കുന്നതിന് ഒരുപാട് ശക്തിയുണ്ട്. സബർ അല്ലെങ്കിൽ ക്ഷമ എന്നത് വെറുമൊരു സഹനമല്ല, അതാണ് വിശ്വാസത്തിൻ്റെ അടിത്തറ. ഖുർആനിൽ 90 തവണയിലധികം അള്ളാഹു ക്ഷമയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ക്ഷമ കാണിക്കുന്നവരോടൊപ്പമാണെന്ന് ഖുർആനിലൂടെ അറിയിക്കുന്നു. പ്രതിസന്ധികളിൽ ക്ഷമ കാണിക്കുന്നവർക്കായി അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അവർക്കായി സ്വർഗത്തിൽ പ്രത്യേകമായ അനുഗ്രഹങ്ങളും ദൂതന്മാരുടെ വരവേൽപ്പുമുണ്ടെന്ന്. ക്ഷമ എന്നത് എല്ലാം മനസ്സിലാക്കി അള്ളാഹുവിൽ സമാധാനത്തോടെ നിൽക്കുന്നതാണ്. അത് ആത്മശാന്തിയുടെ ഒരു താക്കോലാണെന്ന് തന്നെ പറയാം. അതുപോലെ നിങ്ങൾ ദുഃഖങ്ങൾ വരുമ്പോൾ ദിക്റിൽ ആശ്രയിക്കുക. ഒരു രാത്രി കരഞ്ഞുറങ്ങുന്ന നീ അള്ളാഹുവോട് പറയുക, ഹസ്ബുനല്ലാ വനിയമൽ വക്കീൽ, അല്ലാഹ് ഈസ് ഇനഫ് ഫോർ മീ, അള്ളാഹു തന്നെ എനിക്ക് മതിയാകുന്നതാണ്. ഇത് പറഞ്ഞാൽ നിന്റെ ഹൃദയം സമാധാനപ്പെടുന്നത് നിനക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. പ്രതിസന്ധിയിലൂടെയാണ് മനുഷ്യൻ നിസ്സഹായത മനസ്സിലാക്കുന്നത്. അതാണ് അള്ളാഹുവിലേക്കുള്ള വാതിൽ നിനക്ക് മുമ്പിൽ തുറക്കുന്ന നിമിഷം. ദുആ എന്നത് പ്രതിസന്ധിയുടെ വഴികാട്ടിയാണ്. പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും ശക്തമായ ആയുധമെന്നത് ദുആയാണ്. നീ കരയുമ്പോൾ ആരും കേൾക്കാത്തവനല്ല നീ. നിന്റെ റബ്ബ് പറയുന്നു, എന്നെ നീ വിളിക്കൂ, ഞാൻ മറുപടി തരാമെന്ന്. അള്ളാഹുവിനെ നിങ്ങൾ വിളിക്കുക, അവൻ മറുപടി തരുമ്പോൾ അതിൻ്റെ സമയവും രീതിയും ഏറ്റവും ഉത്തമമായിരിക്കും. ഒരിക്കലും നിരാശരാകരുത്. ഒരിക്കൽ നീ പിന്നോട്ട് നോക്കുമ്പോൾ നീ കരഞ്ഞ നിമിഷങ്ങൾ തന്നെയാണ് നിന്നെ ഇന്നത്തെ ഈ ശക്തിയുള്ള ഒരു വിശ്വാസിയായി തീർത്തതെന്ന് നിനക്ക് മനസ്സിലാകും. വിഷമങ്ങൾ എന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷയല്ല, അത് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ്. അതുകൊണ്ട് എത്ര വലിയ ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ പറയുക, എൻ്റെ റബ്ബ് എനിക്കൊപ്പമുണ്ട്, അവൻ എനിക്ക് വഴിയൊരുക്കുമെന്ന്.
അതുപോലെ നിങ്ങൾ അള്ളാഹുവോട് ദുആ ചെയ്യുക, യാ അള്ളാഹ്, ഞങ്ങളെ നീ ക്ഷമയുള്ളവരാക്കണമേ, അതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ മതത്തിൽ ഉറപ്പിക്കണമേ എന്ന്. ഫ്രണ്ട്സ്, ലൈഫ് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാണെന്ന് തിരിച്ചറിഞ്ഞാൽ അതിലൊളിഞ്ഞിരിക്കുന്ന അള്ളാഹുവിൻ്റെ സ്നേഹം കാണാം. അതിനാൽ ലൈഫിൽ എത്ര ഇരുട്ടായാലും വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. തീർച്ചയായും ഒരു രാത്രിക്ക് ശേഷം പകലെന്നത് ഉറപ്പാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.